യേശുവിൽ പ്രിയമുള്ളവരെ, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഈ സമയമാണ്. മാതാപിതാക്കൾക്ക് ഒരുപാട് ടെൻഷനൊക്കെയാണ്. മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്, മക്കളോട് അവരെ നമ്മൾ ആശ്വാസ വചനങ്ങൾ പറയുക, അവരെ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായത്തിൽ 23-24 വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നല്ലതാണ്. അവിടെ പറയുകയാണ്, അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ എന്താണ്, പഠിച്ചിട്ടില്ല, കിട്ടുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല, അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ഭയങ്കര ടഫാണെന്നൊക്കെ പറയും. അപ്പോൾ ഈശോ പറയുകയാണ്, അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ, പഠിക്കാൻ പറ്റാത്തവർ, പഠിച്ചിട്ട് കിട്ടാത്തവർ അവരെൻ്റെ അടുക്കൽ വരട്ടെ. ഈശോയുടെ അടുക്കൽ വരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ പറയാണ്, അവരെൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ഇപ്പോൾ ഈശോയുടെ വിദ്യാലയം ഏതാണ് നമ്മൾ അറിയണം. ഈശോയുടെ വിദ്യാലയം ഏതാണ്? അത് ദൈവാലയമാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന് ഈശോ മാതാപിതാക്കളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവാലയത്തിൽ ആയിരിക്കുന്ന ഈശോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ മക്കളെ ഈ ദേവാലയവുമായി ബന്ധപ്പെടുത്തി അവരെ പഠിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ പഠനങ്ങൾ ദേവാലയവുമായി ബന്ധപ്പെടുത്തണം, ദൈവവുമായി ബന്ധപ്പെടുത്തണം. ദൈവമാണ് ജ്ഞാനം നൽകുന്നത് എന്ന് പറയുകയാണ്. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തതെന്ത്? എന്താണ് ഈ ഹൃദയദാഹം? പ്രിയമുള്ളവരെ, നമ്മൾ ഈ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ദാഹം ശമിപ്പിക്കാത്തതെന്ത്? ഹൃദയദാഹം. എന്താണ് ഹൃദയത്തിൻ്റെ ദാഹം? ഹൃദയത്തിൻ്റെ ദാഹം ദൈവത്തെ കാണാനുള്ളതാണ്, ദൈവത്തെ കണ്ടുമുട്ടാനുള്ളതാണ്. ഹൃദയം ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നത് വരെ, എൻ്റെ ആത്മാവ് ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നത് വരെ അത് അസ്വസ്ഥമാണെന്ന് അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളെ ദേവാലയവുമായി ബന്ധപ്പെടുത്തണം, വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തണം. അവർ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഒരുങ്ങി പഠിച്ച് പ്രാർത്ഥിക്കട്ടെ. അവർക്ക് വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദേവാലയവുമായി ബന്ധപ്പെടുത്തി വിശ്വാസത്തിൽ വളർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം വിജയം നൽകും. കർത്താവേ, മക്കൾ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ദേവാലയവുമായി ഒരു വലിയ നല്ലൊരു അടുപ്പമുണ്ടാകാൻ, നന്നായി പഠിക്കാൻ, അവർക്ക് ദൈവ വിശ്വാസം ആഴത്തിൽ വളർന്നു വരുവാൻ, ദൈവ ഭയമുണ്ടാകാൻ ദൈവം എല്ലാ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമനുദിനം ചിറകടിയിൽ. എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമനുദിനം ചിറകടിയിൽ. എഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാ, ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ. നാവു പോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നും, നന്ദി കൊണ്ടെന്നുള്ളം നിത്യം നിറയുന്നപ്പാ. നാവു പോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നും, നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നപ്പാ. എൻ്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമനുദിനം ചിറകടിയിൽ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.